ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ രാവിലെ തന്നെ കുറച്ചൊന്ന് സമാധാനമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പണികളൊക്കെ. കാരണം ഇന്ന് ഒരു ഡിഷ് മാത്രമേ ഉണ്ടാക്കേണ്ടതില്ല, മറ്റേത് ചോറാക്കുകയാണെങ്കിൽ ചോറ്, കറി, വറവ് അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡിൽ ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് വൃത്തിക്കൊന്ന് ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ചായ കുറച്ച് ഉണ്ടാക്കിയിട്ട് അത് കുടിക്കും. ആ ഒരു ശരിക്കും ഇരുന്ന് കുടിക്കില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് നമുക്ക് ഇരുന്നൊന്ന് ചായ കുടിച്ചതിന് ശേഷം പണി തുടങ്ങാമെന്ന് വിചാരിച്ച് മോള് മദ്രസയിൽ അയച്ചതിന് ശേഷമാണ് എല്ലാം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യല്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ആ ഒരു ചായ കൂടി കിട്ടി. അപ്പോൾ ശരിക്കും ചെമ്മീൻ ചോറാക്കുന്നതിന് എല്ലാ പണി പോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യണം, അതുപോലെ മസാല ഉണ്ടാക്കണം, പിന്നെ ചോറാക്കണം, അങ്ങനെയൊക്കെ. അതൊക്കെ പറയുമ്പോൾ ഒറ്റ ഡിഷല്ലേ ഉള്ളൂ, ചെമ്മീൻ ചോറ് ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. മറ്റേത് കറി, വറവ്, ചോറ് എന്നൊക്കെ പറയുമ്പോൾ 3 തരം ആക്കണമല്ലോ. പണിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ലാസ്റ്റ് ടൈം ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് റഷായിട്ടുണ്ടായിന്. പക്ഷെ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ആ ഒരു മൈൻഡ് വന്നുകൊണ്ട് ആ ഒരു ചായ കുടി കിട്ടി. അപ്പോൾ ഞാനൊരു ഓംലേറ്റും കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് കൂട്ടിയിട്ടാണ് ചായ കുടിക്കണത്. രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആവണമല്ലോ. അപ്പോൾ ആ ഒരു വേവലാതിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ. അപ്പം ഞാൻ ഈ ഓംലേറ്റ് ആക്കിയതിന് ശേഷം ആ ഒരു സമയം കൊണ്ട് തന്നെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ചെമ്മീനോടെ പൊരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ പിന്നെ മസാല ഉണ്ടാക്കിയല്ലോ വേണ്ടും, ഉണ്ടാക്കിയാലും മതി. പക്ഷെ ആ ഇരിക്കുന്ന സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് അവിടെ അടുപ്പത്താക്കിയതിന് ശേഷമാണ് പോയിരുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഉണ്ടല്ലോ, ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കുകയാണല്ലോ. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ വോയിസ് കൊടുത്ത സമയത്ത് എനിക്കത് ലെവൽ കിട്ടിയിട്ടില്ല. ഞാനത് 2-3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അതെനിക്ക് തൃപ്തി ആവാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത്. പിന്നെ എനിക്ക് എന്താ പറയേണ്ടത് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് സമയം മൈൻഡൊന്ന് മാറിയിട്ട് വെച്ചിട്ട് ഫോൺ അവിടെ, അതായത് ലോക്ക് എഡിറ്റ് ചെയ്യുന്നത് അവിടെ മാറ്റിയിട്ട് ഞാനിങ്ങനെ എൻ്റെ മൈൻഡ് എവിടെയോ പോയി ഇൻസ്റ്റഗ്രാമും പോയി കുറേ വീഡിയോസ് കണ്ട് അങ്ങനെ കുറേ സമയം ഞാനിവിടെ ഇരിക്കുന്നു. പക്ഷെ എൻ്റെ എഡിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഒരു ടൈം ഒരു പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നല്ലേ ഉണ്ടായി, ഞാനിപ്പോൾ എന്തിനാ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നത് ഉമ്മാൻ്റെ റെസിപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ എനിക്കില്ല. പക്ഷെ കണ്ടത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാനിതുണ്ടല്ലോ ആദ്യം തന്നെ ചെമ്മീൻ അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാന് വെച്ച് അതിൻ്റെ അത് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ചെറിയ ജീരകം വലിയ ജീരകം ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ തക്കാളി ഉള്ളിയും വഴറ്റി. ഞാനിത് 1 ഗ്ലാസ് നെയ്ച്ചോറിലാണ് ഉണ്ടാക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ 1 ഗ്ലാസ് നെയ്ച്ചോറല്ല, 1 ഗ്ലാസ് അരിയിലാണ് ഈ ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചേ വേണ്ടു, മസാല ഒക്കെ കുറച്ചല്ലേ വേണ്ടു. അതുകൊണ്ട് തന്നെ 1 ഉള്ളി, 2 തക്കാളി, 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള സാധനം. നോർമലി സ്ക്രീനിൽ കാണുന്നത് പോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, അത്രയും വേണ്ടു. പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടില്ല ആ ഒരു ചെമ്മീനും കൂടി ഇട്ടെടുക്കുക. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും മടി എന്താ വെച്ചിട്ടുണ്ട്, ഈ മസാല ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഈ തക്കാളി ഉള്ളിയും ശരിക്കും വെന്ത് കിട്ടൂല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല. ശരിക്കും ഇത് കുറച്ചായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും കുക്കറിൽ മാത്രമേ ചെയ്യില്ലായിരുന്നു. ഞാൻ എല്ലാ സാധനങ്ങളും, എല്ലാ ബിരിയാണിക്കായാലും എന്തിനായാലും മസാല ഉണ്ടാക്കൽ ഞാൻ കുക്കറിൽ. അതാകുമ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കിട്ടി. അപ്പോൾ പിന്നെ ടെൻഷനില്ലല്ലോ. ഇതിങ്ങനെ തക്കാളി ഉള്ളിയും വേവാണ്ടിരിക്കും എന്തോ പോലെ ഫീൽ ചെയ്യും എനിക്ക്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആകുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ചോറും മസാലയും എല്ലാം. അപ്പം നമ്മളിപ്പോൾ ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇനി എന്ത് വേണ്ട വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ ഇതിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഇത് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ 1.5 ഗ്ലാസ്സാണ് ശരിക്കും ഞാൻ എടുക്കൽ. അപ്പം ഈ ഒരു റെഡ് കളർ കാണുന്നത് നമ്മൾ ചെമ്മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു മുളകായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചോനെ എല്ലാം കൂടെ നല്ല എരിവാകുമോയെന്ന്. അപ്പോൾ എരിവൊന്നും ആയിട്ടില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമ്മളുടെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡിയാവും, ചെമ്മീൻ ചോറ് ഇവിടെ റെഡിയാവും. എല്ലാ സംഭവങ്ങളും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും, അതിൻ്റെ ഒരു രസം കിട്ടും. അതിപ്പോൾ എന്തായാലും ഞാൻ
ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ആത്മാർത്ഥതയിൽ ചെയ്യണം എന്നാണ്. കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം ബാക്കോട്ട് വലിഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ആത്മാർത്ഥത കുറവ്, എന്താ പറയുക, കുറച്ച് ദിവസം കണ്ടിന്യൂസ് വീഡിയോസ് ഇടും, പിന്നെ ഞാനത് ബ്ലോക്ക് ചെയ്യും, അതായത് നിർത്തി വെക്കും. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഷോർട്ടിൽ എനിക്ക് വ്യൂസ് കൂടുതൽ കിട്ടും, ഇങ്ങനെ അതുപോലെ തന്നെ സബും കിട്ടലുണ്ട്. പക്ഷേ അത്രയും ഒരു രസമില്ല ഷോർട്ടിൽ മാത്രം. ഞാൻ 10-22 മിനിറ്റിൻ്റെ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ഞാൻ 1 മിനിറ്റ് വീഡിയോ ആക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് എന്തിനാ ഞാൻ ഇത്രയും മിനിറ്റ് വീഡിയോസ് എടുത്തിട്ട് ഫുള്ള് അത് കട്ട് ചെയ്ത് 1 മിനിറ്റ് ആക്കിയിടും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. ലോങ് വീഡിയോ ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ കുറേ സംസാരിക്കണമല്ലോ, അത് മാത്രമല്ല നിങ്ങളിവിടെ പിടിച്ചിരുത്തമാണല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും, അതുകൊണ്ടാണ് എനിക്ക് മടിയുണ്ടായത്. ഇങ്ങനെ ലോങ് വീഡിയോ ഇങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്തിനാ നമ്മളോട് പറയുന്നത് വിചാരിക്കുമല്ലോ. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ വരാൻ തുടങ്ങിയോണ്ടാണ് ലോങ് വീഡിയോനോട് ഒരു മടി വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് സങ്കടമാകാൻ തുടങ്ങി. ഞാൻ ഈ 10-22 മിനിറ്റ് വീഡിയോക്ക് ഇങ്ങനെ വെട്ടിച്ചുരുക്കി 1 മിനിറ്റ് ആക്കിയിട്ട് എന്താ കാര്യം, സെയിം പണി തന്നെ, അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും പണി തന്നെ. പിന്നെ പോട്ടെ, അത്രയും വ്യൂസ് കിട്ടണില്ലെങ്കിൽ വേണ്ട, എനിക്ക് കിട്ടുന്ന വ്യൂസ് മതി, ഇത്രയിൽ തന്നെ ഞാൻ ഓക്കെയാണ്. എന്നാലും ഡെയിലി ഞാൻ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ തന്നെ ലോങ് വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്റ്റോപ്പ് ചെയ്യരുത്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്ത് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇവിടെ ഞാനുണ്ടല്ലോ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മോളെ മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു ഇനി അവൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ ചോറ്. എന്നും വേണ്ട ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറൊക്കെ ഏറ്റവും നല്ലത് കുക്കറിലാക്കുന്നതാണെന്ന് ഞാൻ പറയും. കാരണം ഇത് വെന്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനിലായിപ്പോയി. മോള് വരികയും ചെയ്ത് ഇനി പാവൂലെന്നുള്ളൊരു വേവലാദ്യമായി. അപ്പോൾ കുഴപ്പമുണ്ടായിട്ടില്ല, കുറച്ച് ടൈം കിട്ടിയോണ്ട് തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ആൾ പോകാനിത് ഏകദേശം റെഡി ആയി. ഫുഡ് കഴിക്കലേം കഴിഞ്ഞ് ബാഗിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും വെള്ളം കൊടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട്. ഭയങ്കര മറവിയാണ് എനിക്ക്. ഞാനിവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ എനിക്ക് എന്തിനെ പറ്റിയിട്ട് ഓർമ്മ കിട്ടുന്നേ ഇല്ല. അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വാട്ടർ ബോട്ടിൽ മറന്നിട്ടുണ്ട്. ഞാൻ മാമിനെ വിളിച്ച് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടിയാവാൻ തുടങ്ങി, ഇതെന്ത് തള്ളയാ വിചാരിക്കില്ലേ മാം. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് കിറ്റിലെടുത്ത് വെച്ചതിന് ശേഷം ആൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് അതായിരിക്കും. ബൈ ഓൾ.